ഹായ് ഹലോ വൺസ് അഗൈൻ വിത്ത് MT15. ഇതൊരു പാർട്ട് 2 വീഡിയോ ആണ്. പാർട്ട് 2 ഒന്നും പറയാൻ പറ്റത്തില്ല. ഇതൊരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പ്രോസ് ആൻഡ് കോൺസിൻ്റെ മാത്രമുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇതിൻ്റെ ഫുൾ റിവ്യൂ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഐ കാർഡ് ഇവിടെ സ്ക്രീനിൽ തെളിഞ്ഞു വരും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോ കാണാം. അപ്പോൾ ഇത് സ്ട്രിക്ട്ലി പ്രോസ് ആൻഡ് കോൺസ് മാത്രമായിരിക്കും ഞാൻ പറയുന്നത്. വണ്ടിയുടെ ഫുൾ ഡീറ്റെയിലും കാര്യങ്ങളൊന്നും പറയത്തില്ല. വണ്ടി ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് എന്തൊക്കെയാണ് തോന്നിയെന്നുള്ള കാര്യം മാത്രമായിരിക്കും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങുമ്പോഴത്തേക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്നെ തുടങ്ങാം. ഇതെല്ലാം എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. ഈ വണ്ടി യൂസ് ചെയ്തിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ്. എല്ലാവർക്കും സെയിം ആവണമെന്നില്ല. ഇതിൻ്റെ ഫസ്റ്റ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡിസൈൻ തന്നെയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ഡിസൈനാണ്. ഒരു 150cc ഇത്രയും ഒരു സെക്സി ആയിട്ടുള്ള ഒരു ഡിസൈന് വേറെ ഇല്ല, അത് സത്യമാണ്. പിന്നെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഇത് കൊടുത്തിട്ടുള്ളത്. മെയിൻലി യമഹ ഇത് യങ്സ്റ്റേഴ്സിന് വേണ്ടി ഫോക്കസ് ചെയ്ത് ഇറക്കിയിട്ടുള്ളൊരു വണ്ടിയാണ്. ഫങ്കി കളേഴ്സാണ്, പോപ്പപ്പ് കളേഴ്സാണ്. നമ്മളിത് എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ആൾക്കാർ പെട്ടെന്ന് ശ്രദ്ധിക്കുന്ന കളറിലെ കോമ്പിനേഷനാണ് അവർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് മെയിൻ തിങ്ങാണ്. പ്രോസിൽ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഹാൻഡിലിംഗ് ആണ്. മോനെ ഒരു രക്ഷയില്ല. സിറ്റി യൂസിന് പറ്റുന്നൊരു വണ്ടിയാണ് ഇത്. പക്ക ഒരു സിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു ബൈക്കാണ്. അതിൻ്റെ സീറ്റിംഗ് പൊസിഷൻ ആണെങ്കിലോ സീറ്റിംഗ് കംഫർട്ട് ആണെങ്കിലോ അപ്രൈറ്റ് ആയിട്ട് ഇരിക്കുന്ന ഒരു രീതി, പിന്നെ ഫ്ലിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിക്കുള്ളൊരു ഹാൻഡ്ലിങ്, അതിൻ്റെ ചാസി, ഇതെല്ലാം ഒരു സിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു വണ്ടിക്ക് കൊടുക്കുന്ന ഒരു കാര്യമാണ്. ഭയങ്കര രസമാണ്. ബ്രേക്കിംഗ് ആയാലും നമുക്കൊരു സിറ്റി പർപ്പസിന് ഏറ്റവും നല്ലൊരു സാധനമാണ്. പിന്നെ അതിൻ്റെ ഗിയറിംഗ് റേഷ്യോ ഇതെല്ലാം അടിപൊളിയാണ്. അപ്പോൾ ഇതിൻ്റെ ഹാൻഡിലിംഗ് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ കോർണേഴ്സൊക്കെ ചെയ്ത് നോക്കി. കോർണേഴ്സൊക്കെ പക്ക നല്ല സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. ലീൻ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ വെയിറ്റ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. കാരണം വെയിറ്റ് കുറവാണ്, 141 kg മാത്രമേ ഉള്ളൂ. അപ്പോൾ ലൈറ്റ് വെയ്റ്റ് ചാസിയും ലൈറ്റ് വെയ്റ്റ് മെറ്റീരിയലും വെച്ച് ഉണ്ടാക്കിയപ്പോഴത്തേക്കും ഈ പവർ ടു വെയിറ്റ് റേഷ്യോ, ഹാൻഡ്ലിങ് ഇതെല്ലാം കൂടെ കോമ്പിനേഷൻ വന്നപ്പോഴത്തെ ഒരു വെപ്പണാണിത്. സത്യമാണ്. ഇത് സ്ട്രീറ്റിൽ ഇത് എങ്ങനെ വേണോ ഈ സാധനത്തിനെ കൊണ്ടു കിടക്കാൻ പറ്റും. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ല കാര്യമാണ് ഈ ഒരു 150cc ഇത്രയും പെർഫോമൻസും ഇത്രയും മൈലേജും കൊടുക്കുന്നൊരു വണ്ടി. ഇത്രയും മൈലേജ് എന്ന് പറയാൻ കാര്യമെന്ന് പറയുന്നത് ഇത് സിറ്റി യൂസിൽ നമുക്ക് എന്തായാലും 50 മുതൽ 55 വരെ മൈലേജ് കിട്ടും. ഇതിനിടയ്ക്ക് മൈലേജ് ഷുവറാണ്, കണ്ണും പൂട്ടിക്കൊണ്ട് കിട്ടും എങ്ങനെ ഓട്ടിച്ചാലും. പിന്നെ നമ്മളിത് ഹൈവേ യൂസ് ഒരു ലോങ് റണ്ണൊക്കെയാണ് പോകണമെന്നുണ്ടെങ്കിൽ 55 മുതൽ 60 വരെ ഡെഫിനറ്റ് ആയിട്ടും കിട്ടും. അതായത് ഇതിപ്പോൾ ഒരു അപ്ഡേറ്റഡ് മോഡലാണ്. കാരണം ഞാൻ പറഞ്ഞുതരാം, അടുത്ത കുറച്ച് കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു VVA ടെക്നോളജി ഉണ്ട്. അതിൽ ചേഞ്ചസ് വന്നിട്ടുള്ളത് കൊണ്ടാണ് പഴയ MTന്ന് ഇതിന് കുറച്ച് മൈലേജ് കൂടുതൽ. നാലാമത്തെ നല്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ VVA ടെക്നോളജിയാണ്, വാരിയബിൾ വാൽവ് ആക്ച്വേഷൻ. അതാണ് ഇതിൻ്റെ ഫുൾ ഫോം. ഇതിന് തൊട്ട് മുന്നേ പറഞ്ഞൊരു പോയിൻ്റ് ഉണ്ട്, മൈലേജിൻ്റെ കാര്യം. ഈ VVA ടെക്നോളജി ഉള്ളത് കൊണ്ടാണ് ഇത്രയും മൈലേജ് കിട്ടുന്നത്. VVA ആക്റ്റീവ് ആവുന്നത് ഹൈ RPMലാണ്. അപ്പോൾ നേരത്തെ പഴയ വണ്ടിക്കാണെന്നുണ്ടെങ്കിൽ ഒരു 75 km സ്പീഡിലായിരുന്നു VVA ആക്റ്റീവ് ആവുന്നത്. അപ്പോൾ ലോവർ RPMലും അത് വർക്ക് ചെയ്യുമായിരുന്നു. ഈ വണ്ടി വന്നിട്ട് 90+ ആണ്, അതായത് 90 km മുകളിൽ മാത്രമേ ഇതിൻ്റെ VVA ആക്റ്റീവ് ആവുള്ളൂ. ഓക്കെ, ഇനി അഞ്ചാമത്തെ പ്രോസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ എൻജിൻ തന്നെയാണ്. ഈ ഒരു 155cc സിംഗിൾ സിലിണ്ടർ 4 വാൽവുള്ള ഫ്യൂൽ ഇഞ്ചക്റ്റഡ് വണ്ടി ഒരു രക്ഷയില്ല. ഈ ഒരു എൻജിൻ എന്ന് പറയുന്നത് പ്രൂവൺ ആണ്. അതായത് നമ്മൾ R15 ഒക്കെ ഇറങ്ങുന്നത് 2008 അന്ന് മുതലേ ഉള്ളൊരു എൻജിനാണ്. ഇന്നും അത് അവർ ഓരോ മോഡലിൽ കൊടുക്കുന്നുണ്ട്. കാരണം അത്രയും റോക്ക് സോൾഡാണ്, റിലയബിളാണ്. നിങ്ങൾക്ക് കണ്ണ് പൂട്ടിയെടുക്കാം. ഈ ഒരു എൻജിൻ ഒരിക്കലും നിങ്ങൾക്ക് പണി തരത്തില്ല. അതും റിഫൈൻഡ് ആണ്. ഈ എൻജിനാണ് ഇപ്പം അവർ 3 വണ്ടിക്ക് കൊടുക്കുന്നത്. യമഹയ്ക്ക് ഇപ്പം MTയിൽ ഈ ഒരു എൻജിൻ വരുന്നുണ്ട്, R15 വെർഷൻ 4 ഈ ഒരു എൻജിൻ വരുന്നുണ്ട്. പിന്നെ എയറോക്സ് 155 സ്കൂട്ടറിലും ഈ ഒരു സെയിം എൻജിനാണ് വരുന്നത്. പിന്നെ ഈ പറഞ്ഞ 3 വണ്ടിക്കും, അതായത് MTക്കും R15നും എയറോക്സിനും VVA ടെക്നോളജി ഉണ്ട്. അപ്പോൾ അതിനൊക്കെ കുറച്ചും കൂടെയൊക്കെ മൈലേജ്, ഇപ്പോൾ R15 നോക്കണമെന്നുണ്ടെങ്കിൽ ഒട്ടുമിക്ക ആൾക്കാർക്കും മൈലേജ് വന്നിട്ട് 50 മേളിൽ എന്തായാലും കിട്ടുന്നുണ്ട്. 50 മിനിമമാണ്. പിന്നെ ഈ വണ്ടിക്ക് പറയണ്ട, എനിക്ക് തോന്നുന്നത് 60 മേളിൽ കിട്ടുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ 60 മേളിൽ കിട്ടുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത് ബാക്കിയുള്ളവർക്കും കൂടെ മനസ്സിലാവും. ഇതിൻ്റെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ എന്നുള്ളത് ഇതിൻ്റെ ഓണേഴ്സ് കാണുമ്പോഴത്തേക്കും അവർക്കും മനസ്സിലാവും. പിന്നെ എയറോക്സ് മൈലേജ് കുറച്ച് കുറവാണ്. കാരണം അത് ബെൽറ്റ് ഡ്രിവണും ഓട്ടോമാറ്റിക് വണ്ടി ആയതുകൊണ്ട് മാത്രമാണ്. അതിനൊരു 45 കിട്ടുന്നുണ്ട്. ആ 45 മൈലേജ് കുഴപ്പമില്ല, ഒരു സ്കൂട്ടറിന് അത്രയും പവറും കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആറാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സർവീസാണ്. സർവീസ് ഒരു അഫോർഡബിൾ റേറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഫുള്ളി സിന്തറ്റിക് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. കാരണം അതാണ് ഏറ്റവും ബെറ്റർ. പൈസ കുറയ്ക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മൾ പിശുക്ക് കാണിച്ച് നോർമൽ ഓയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് മിനറൽ ഓയിലോ സിന്തറ്റിക് ബ്ലെൻഡോ ഇതൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ തേയ്മാനം കൂടുതലായിരിക്കും, പിസ്റ്റൻ്റെയും അതിൻ്റെ സിലിണ്ടറിൻ്റെയൊക്കെ. അപ്പോൾ നമ്മൾ ഫുള്ളി സിന്തറ്റിക് തന്നെ എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത്.
അതേ പെർഫോമൻസും കിട്ടത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ ലോങ് റണ്ണൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഫുള്ളി സിന്തറ്റിക് ഓയിലായിരിക്കും വിസ്കസിറ്റി പെർഫെക്റ്റ് ആയിരിക്കുന്നത്. ഇപ്പം മിനറൽ ഓയിൽ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ വിസ്കസിറ്റി മാറുകയാണ്. അപ്പം എഞ്ചിൻ ഓവറായിട്ട് ഹീറ്റാവും, തേയ്മാനം കൂടും, ഇതൊക്കെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഇങ്ങനെയുള്ള പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ബൈക്കിൽ എപ്പോഴും നിങ്ങൾ ഫുള്ളി സിന്തറ്റിക് ഓയിൽ മാത്രമേ യൂസ് ചെയ്യാവൂ, പൈസ നോക്കരുത്. അപ്പോൾ ഇതിൻ്റെ സർവീസിനാവുന്നത് ഫ്രീ സർവീസ് വന്നപ്പോഴത്തേക്ക് 1200 രൂപയാണ് ആയത്. അപ്പോൾ 7ാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഗിയർ ഷിഫ്റ്റിംഗ് ആണ്. പ്രിസൈസ് എന്ന് പറഞ്ഞാൽ പ്രിസൈസാണ്, സ്മൂത്താണ്. എനിക്ക് ഇതുവരെയ്ക്കും ഒരു ഫോൾസ് ന്യൂട്രൽ ഇതുവരെയ്ക്കും വന്നിട്ടില്ല. കിട്ടില്ല, ഒരു രക്ഷയില്ല. ആ ഡൗൺ ഷിഫ്റ്റ് ആണെന്നുണ്ടെങ്കിലും അപ്പ് ഷിഫ്റ്റ് ആണെന്നുണ്ടെങ്കിലും ഫെദർ ടച്ചാണ്. പിന്നെ ക്ലച്ചിൻ്റെ ഓപ്പറേഷനും ഭയങ്കര സ്മൂത്താണ്. നമ്മൾ അഗ്രസീവായിട്ട് ഡൗൺ ഷിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും സ്ലിപ്പർ ക്ലച്ച് നല്ല രീതിക്ക് ഇതിൽ പെർഫോമൻസ് ചെയ്യുന്നുണ്ട്. നമ്മൾ അറിയുന്നില്ല ബാക്ക് ടോർക്കിൻ്റെ ആ ഒരു പ്രശ്നമോ അല്ലെങ്കിൽ വീല് ലോക്കാവുന്നത് പോലെയോ നമുക്കൊന്നും തോന്നുന്നില്ല ഡൗൺ ഷിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും. അപ്പോൾ അതൊക്കെ നല്ലൊരു കാര്യമാണ്. പിന്നെ 8ാമത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ലിസ്റ്റിൽ ഇട്ടെന്നേ ഉള്ളൂ. ഇതിൻ്റെ ഹെഡ്ലൈറ്റ് ഗ്രേറ്റ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല. വേറെ വണ്ടികളുടെ ബീം അടിക്കുമ്പോഴത്തേക്ക് ഇത് ഷാറ്റർ ആവുന്നുണ്ട്. ഇതിൻ്റെ ഫോക്കസിങ് എവിടെയോ മിസ്സാവുന്നുണ്ട്. എനിക്ക് അങ്ങനെ ഒരു ഇത് തോന്നി. ബാക്കിയുള്ളവർക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല. പിന്നെ ഇതിൻ്റെ ഹൈ ബീം കുറച്ച് മുകളിലോട്ടാണ് അടിക്കുന്നത്. അത് ഇതിൻ്റെ ഓണേഴ്സ് ഇത് കാണുന്നുണ്ടെങ്കിൽ ഇതിന് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഡിം ഓക്കെയാണ്, പക്ഷേ അതിൻ്റെ ഫോക്കസിങ് വേറുള്ള ലൈറ്റുകൾ ഇതിൻ്റെ ഇടയിൽ കോമ്പിനേഷൻ വരുമ്പോഴത്തേക്കും അത് ഷാറ്ററായി പോകുന്നുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. പക്ഷേ യൂസബിളാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് പ്രോസായിട്ട് പറഞ്ഞത്. അത് കൊള്ളത്തില്ല എന്നല്ല, അത് യൂസബിളാണ്. അപ്പോൾ ഇനി പറയാൻ പോകുന്നത് ഇതിൻ്റെ ലാസ്റ്റ് പ്രോസാണ്, ഇതിൻ്റെ ബ്രേക്സാണ്. ബ്രേക്സ് കോമ്പിനേഷൻ നോക്കുമ്പോഴത്തേക്കും ഡ്യുവൽ ചാനൽ ABS കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം റോട്ടറൊക്കെ വലിയൊരു റോട്ടറാണ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത്. ബാക്കിലൊരു ചെറിയ റോട്ടറാണ്, ഡിസ്ക് സൈസ്. ഫ്രണ്ട് ലിവർ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴും ബാക്ക് ലിവർ അപ്ലൈ ചെയ്യുമ്പോഴും ഒരു ബിഗിനറിന് പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ബ്രേക്ക് സെറ്റപ്പ് കൊടുത്തിട്ടുള്ളത്. പിന്നെ വേറൊരു കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ട് ബ്രേക്ക് നല്ലതാണ്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ലോങ് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രണ്ട് ബ്രേക്കും ബാക്ക് ബ്രേക്കും ഒരുപാട് യൂസ് ചെയ്യും. അപ്പോൾ ഫ്രണ്ട് ബ്രേക്കിൽ കൺസിസ്റ്റൻസി എന്ന് പറയുന്നൊരു സാധനം ഉണ്ട്. എന്ന് വെച്ചാൽ ബ്രേക്ക് ഫെയ്ഡിങ് ആവുന്നില്ല ചൂടാവുമ്പോൾ, പക്ഷേ ബാക്ക് ഫെയ്ഡ് ആവുന്നുണ്ട്. നമ്മൾ യൂസ് ചെയ്ത് ബാക്ക് ബ്രേക്കൊക്കെ അപ്ലൈ ചെയ്ത് വരുമ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് എടുക്കുന്ന ബാക്ക് ബ്രേക്കിൻ്റെ പവർ യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കുറച്ച് കഴിയുമ്പോൾ കിട്ടാറില്ല, ഫെയ്ഡിങ് ആണ് അവിടെ. പിന്നെ ബാക്ക് 0 ഇനിഷ്യലാണ്, പക്ഷേ ഫ്രണ്ട് നല്ല രീതിക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു പ്രോസായിട്ട് എടുത്തിട്ടെന്നേ ഉള്ളൂ. ബ്രേക്സ് നല്ലതാണ് ഫോർ എ ബിഗിനർ. ഇനി നമുക്ക് കോൺസ് പറയാം. ഇതിൻ്റെ ചീത്ത കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ബാക്ക് സീറ്റിൻ്റെ കാര്യമാണ്. അതിൻ്റെ പില്യൺ സീറ്റ് അത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അതിൽ ആർക്കും ഇരിക്കാൻ പറ്റത്തില്ല എന്ന്. അതിന് ആളിനെ വെച്ച് കൊണ്ടുപോകാൻ എനിക്ക് പറ്റുന്നില്ല. ഓരോരുത്തരൊക്കെ MT-15 ബാക്കിലൊക്കെ ഇരുന്ന് പോകണ കാണുമ്പോഴത്തേക്ക് എനിക്ക് സങ്കടമാണ് വരുന്നത്. കാരണം ഇവർ എങ്ങനെ ഇത് എത്ര വിശ്വസിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. പക്ഷേ ഇത് അതിൻ്റെ ലുക്കിന് നല്ലതാണ്. ഈ ഒരു ഷോർട്ടി ആയിട്ടുള്ളൊരു ടെയിൽ പീസൊക്കെ വരുമ്പോഴത്തേക്ക് നല്ല ഭംഗി തന്നെയാണ്. പക്ഷേ പ്രാക്ടിക്കാലിറ്റി നോക്കുമ്പോഴത്തേക്കും അതൊരു പോരായ്മയാണ്. അപ്പോൾ 2ാമത്തെ കോൺസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ റിയർ ബ്രേക്ക്. ഞാൻ നേരത്തെ പറഞ്ഞു, പക്ഷേ എന്നിരുന്നാലും ഒരു കാര്യം എനിക്ക് എടുത്ത് പറയാനുണ്ട്. ബാക്ക് കാലിപ്പർ വന്നിട്ട് ബ്രേക്ക് സെറ്റപ്പ് വന്നിട്ട് നിസിൻ്റെതാണ് കൊടുത്തിട്ടുള്ളത്. ഒരു ജാപ്പനീസ് വെൽ നോൺ ബ്രാൻഡാണ് നിസിൻ എന്ന് പറയുന്നത്. അതിങ്ങനെ ഫെയ്ഡ് ആവുന്നുള്ള കാര്യം എനിക്ക് ഒട്ടും ചിന്തിക്കാൻ പറ്റുന്നില്ല. ഫ്രണ്ട് വന്നിട്ട് ബൈബ്രേ സെറ്റപ്പാണ്. ബ്രംബോയുടെ സബ് ബ്രാൻഡാണ്, പക്ഷേ ഇന്ത്യൻ മേക്കാണ്. കോസ്റ്റ് കട്ടിങ്ങിന് വേണ്ടിയിട്ട് ബൈബ്രേ ആണ് ഫ്രണ്ട് കൊടുത്തിട്ടുള്ളത്. അപ്പം ഫ്രണ്ട് ബ്രേക്ക് നല്ല രീതിക്ക് തന്നെ ആ കൺസിസ്റ്റൻസി നിലനിർത്തുന്നുണ്ട്. പക്ഷേ മറ്റേത് നോക്കുമ്പോഴത്തേക്കും അത്രയും ഞാൻ പറഞ്ഞില്ലേ ഫെയ്ഡിങ് ഇഷ്യൂ ആണ്. ഹോണ്ടയാണ് ഫസ്റ്റ് ഇവിടെ ഇന്ത്യയിൽ ഇങ്ങനെ ഒരു സെറ്റപ്പ് കൊണ്ടുവന്നത്. നമ്മളെ എപ്പോഴും കൺവെൻഷണലായിട്ട് അല്ലെങ്കിൽ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ആ ഒരു സെറ്റപ്പ് അവർ മാറ്റിയിട്ടുണ്ട്. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഫസ്റ്റ് ഈ വണ്ടി ഞാൻ എടുത്തപ്പോഴത്തേക്ക് എനിക്ക് കൺഫ്യൂഷനായിപ്പോയി. ഇൻഡിക്കേറ്ററിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലൊക്കെ കിടന്ന് ഞെക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് യൂസ്ഡ് ആവാൻ കുറച്ച് പാടുപെടും. യൂസ്ഡായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കുഴപ്പമില്ല. ഇപ്പോൾ എനിക്ക് യൂസ്ഡാണ്. ഇനി ഞാൻ വേറെ ഏതെങ്കിലും വണ്ടി യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഇൻഡിക്കേറ്ററിൻ്റെ ഭാഗത്ത് ഹോണിലായിരിക്കും ചെന്ന് കിടന്നടിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു കുഴപ്പം ഇതിനുണ്ട്. അതൊരു 3ാമത്തെ കാര്യമാണ്. 4ാമത്തെ പോരായ്മ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഷോക്ക് തന്നെയാണ്. അത് വലിയൊരു പോരായ്മ തന്നെയാണ്. ഫ്രണ്ട് ഷോക്കാണെങ്കിലും ബാക്ക് ഷോക്കാണെന്നുണ്ടെങ്കിലും ഒരു കംഫർട്ടും തരുന്നില്ല. ഭയങ്കര ഫേം എന്ന് പറഞ്ഞാൽ കല്ല് പോലെയാണ് ഇരിക്കുന്നത്, എസ്പെഷ്യലി ബാക്ക്. അപ്പോൾ ഫ്രണ്ട് ഷോക്ക് വന്നിട്ട് കുറച്ച് സോഫ്റ്റാണ്. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ബാക്ക് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് സോഫ്റ്റാണ്. സോഫ്റ്റ് ഒന്നൊന്നും പറയാൻ പറ്റില്ല, വേണ്ടൂല എന്നേ പറയാൻ പറ്റത്തുള്ളൂ. പെർഫോമൻസ് ഓറിയൻറ്റഡ് വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഇതൊരു സിറ്റി യൂസിന് വേണ്ടിയിട്ടാണ് അവർ ഇറക്കിയിട്ടുള്ളത്. നല്ല റോഡിന് മാത്രമുള്ളൊരു വണ്ടിയാണ്. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഷോക്ക് അഡ്ജസ്റ്റ്മെൻറ്റും ഇല്ല. അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയെങ്കിലും സോഫ്റ്റ് ആക്കാമായിരുന്നു. ഇത് അതിനും പറ്റുന്നില്ല. അനുഭവിക്കും. എന്ന് വെച്ചാൽ പന്ന റോഡിൽ കൂടെ പറ്റത്തില്ല. നല്ല സ്മൂത്ത് റോഡാണെന്നുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല, ഫ്ലോ ആണ്. ഓക്കെ, അപ്പോൾ ഫൈനലി ലാസ്റ്റ് പോരായ്മയും കൂടെ പറയാം.
അപ്പോൾ കഴിഞ്ഞു, പ്രോസും കോൺസും തീരാറായി. അപ്പോൾ ലാസ്റ്റ് കോൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ വിൻ ബ്ലാസ്റ്റാണ്. എനിക്കറിയാം നേക്കഡ് ബൈക്കാണ്, പക്ഷേ നല്ല രീതിക്കാണ് വിൻ ബ്ലാസ്റ്റ് തരുന്നത്. ഞാനൊരു 100 വരെ ഈ ഒരു വണ്ടി പുഷ് ചെയ്തു. 80+ വരുമ്പോഴത്തേക്കും നല്ല രീതിക്കുള്ള വിൻ ബ്ലാസ്റ്റ് അടിക്കുന്നുണ്ട്. ഒരു പക്ക എയറോഡൈനാമിക് ആയിട്ടുള്ളൊരു ഹെൽമെറ്റ് യൂസ് ചെയ്താലും നമുക്ക് നല്ല രീതിക്ക് വിൻ ബ്ലാസ്റ്റ് അറിയാൻ പറ്റുന്നുണ്ട്. ഞാൻ ഇതിന് മുമ്പ് നേക്കഡ് ബൈക്കുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ റിവ്യൂ ചെയ്തിട്ടുള്ള പല വണ്ടികളും നോർമൽ വണ്ടികളുണ്ട്, കൂടിയ വണ്ടികളുണ്ട്. അപ്പോൾ നോർമൽ വണ്ടികളിൽ പോലും ഞാൻ ഒരു 80+ കയറ്റുമ്പോഴത്തേക്ക് എനിക്ക് അത്രയും വിൻ ബ്ലാസ്റ്റ് തോന്നിയിട്ടില്ല. പക്ഷേ ഇതിന് നല്ല രീതിക്ക് കിട്ടുന്നുണ്ട്. അതൊരു പോരായ്മയാണ്. പിന്നെ നമുക്കത് വേണമെന്നുണ്ടെങ്കിൽ റെക്ടിഫൈ ചെയ്യാമെന്നുള്ളത് ഒരു ഫ്ലൈ സ്ക്രീൻ, ഒരു വലിയൊരു ഫ്ലൈ സ്ക്രീനൊക്കെ വേണമെങ്കിൽ ഇതിൽ ആഡ് ചെയ്യാം. പക്ഷേ അത് അതിൻ്റെ ഡിസൈനെ സ്പോയിൽ ചെയ്യും. നമ്മളിപ്പോൾ ലോങ് ടൂൾസൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വിൻ ബ്ലാസ്റ്റ് കുറച്ച് നമുക്ക് ഇറിറ്റേഷനായിട്ട് വരും. പക്ഷേ ആ ഒരു ആക്സസറീസ് എന്തെങ്കിലും വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലോങ് റണ്ണും കൂടെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഫ്രണ്ട്സിന് വേണമെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. ആരെങ്കിലും ഈ വണ്ടി നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ഇതേപോലുള്ള പുതിയ വണ്ടികളുടെ പുതിയ കോണ്ടൻറ്റ് കിട്ടും. അപ്പോൾ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പോൾ അടുത്ത വണ്ടിയായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ, ടാറ്റാ.